ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്നാക്ക് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് ഒരു 1.5 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഈ വെള്ളത്തിന് പകരം ഇളം ചൂടുള്ള പാലെടുത്തിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ മാവ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ ആയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനുള്ളൊരു ഫില്ലിങ്സ് തയ്യാറാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ നേന്ത്രപ്പഴം ഒന്ന് വാട്ടിയിട്ടെടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴം ഇത് നല്ലപോലെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം സ്പൈസസ് ആയിട്ടുള്ള മസാല ഒക്കെ തയ്യാറാക്കിയിട്ട് ഇതിന് ഫില്ലിങ്സ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ തേങ്ങയും കൂടി ഇതിലിട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ 2 മിനിറ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഇതാ നല്ലപോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ബൗൾസ് ആക്കിയിട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ നല്ലൊരു വലുപ്പത്തിൽ തന്നെ ഇതൊന്ന് പരത്തിയിട്ടെടുക്കണം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ആരെയും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻസിൽ പോയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുകൾ കറക്റ്റായിട്ട് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു ബോൾസ് നമ്മൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത രണ്ടാമത്തെ ബോൾസ് ഇതേ രീതിയിൽ തന്നെ പരത്തിയിട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് എല്ലാ ഭാഗത്തുനിന്നും ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ പരത്തി വെച്ചിട്ടുള്ള മാവ് എല്ലാ ഭാഗത്തും നല്ലപോലെ ഒന്ന് ആക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ടെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് തണുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് എല്ലാ ഭാഗത്തും ആക്കിയിട്ട് നല്ല ഷേപ്പിലാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഫില്ലിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ ബോൾസ് പരത്തിയത് ഇതിൻ്റെ മുകളിലാക്കിയിട്ട് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ വരഞ്ഞ ആ സൈഡിലൂടെ നമ്മൾ ഈ ഒരു കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ് നമ്മുടെ മതി ഈ ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം ആക്കണം. ഇനി അത് വേണ്ടിയിട്ട് മറ്റൊരു ഫ്രൈ പാനിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതാണ്. അസ്സലാമു അലൈക്കും.